ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഗൾഫിലൊക്കെ യുദ്ധങ്ങളല്ലേ, അപ്പം നമ്മൾ വാർത്ത ഇട്ട് നോക്കിയായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് വാർത്ത ഇട്ട് നോക്കി. അപ്പം നമ്മളതൊക്കെ സാവധാനം കണ്ടിട്ട് നമ്മൾ കുളിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ കുളിച്ചിട്ട് വരാം. ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് അമ്പാടിയുടെ ഇൻട്രോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അമ്പാടിയും മാത്രമുള്ള കുറച്ച് ടൈമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അമ്പാടി ഇപ്പോൾ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അവർ രാവിലെ എണീച്ച് കുളിക്കാറാണ്. അപ്പോൾ കുളിക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ചിരുന്നപ്പോഴാണ് വാർത്ത ഇട്ടത്. അപ്പോൾ വാർത്ത ഒന്ന് കണ്ടിട്ട് പോയി കുളിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിലും മറ്റുമൊക്കെയാണ്. ഇനിയിപ്പോൾ അമ്പാടിക്ക് ട്യൂഷനുണ്ട്. ഇവിടെ വന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടുവിടാറില്ല. ഇവിടെ വന്നാണ് ട്യൂഷൻ എടുക്കണം. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതിന് മുമ്പ് അമ്പാടി കുളിച്ച് ഫ്രഷായി കാപ്പിയെ കുടിച്ചിരിക്കണം. അങ്ങനെ അമ്പാടി കുളിക്കാൻ പോയിക്കണം. അപ്പം വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അതുവഴി നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുന്നതായിരിക്കും. അങ്ങനെ അടുക്കളയിൽ ഞാൻ ചോറിനുള്ളതെല്ലാം അരിയൊക്കെ അടുപ്പിലിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടായിരുന്നു ഇന്ന്. അങ്ങനെ പുട്ടിനുള്ള ആവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയിട്ട് തിരികെ വന്നപ്പോഴത്തേക്കും അമ്പാടി കുളിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി അവൻ്റെ ചെറിയ ഒരുക്കങ്ങളൊക്കെയാണ്. അവൻ്റെ തലമുടിയൊക്കെ ഒന്ന് ചീകി വെച്ച് പിന്നെ പൗഡറൊക്കെ ഒന്നിട്ട് സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ഒക്കെ ഒന്ന് ചിക്കടിച്ച് ഒക്കെ അങ്ങനെയൊക്കെ ആകുമ്പോഴേ അമ്പാടിക്ക് ഒരു ഉന്മേഷം കിട്ടുള്ളൂ എന്നാണ് അവൻ പറയണത്. 2 ദിവസത്തിലൊരിക്കലേ ഞാൻ കുളിപ്പിക്കുള്ളൂ. എന്ന് കുളിക്കുമ്പോൾ പെട്ടെന്ന് വയ്യാണ്ടാവും. അപ്പോൾ ചില ദിവസങ്ങളിലേ കുളിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ച നമ്മുടെ ഈ ശ്രീറാമിൻ്റെ റൈസ് കുക്കറാണ് കേട്ടോ. ഇത് നല്ലതാണ്, എനിക്ക് നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ 2-3 ദിവസം ആയതേ ഉള്ളൂ വെച്ചിട്ട്, ഒരുപാട് ദിവസമൊന്നും ആയില്ല. പക്ഷേ എന്നാലും എനിക്ക് ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഞാൻ ഇതിന് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിൻ്റെ പരിപാടിയൊക്കെ അവിടെ സെറ്റായിരിക്കുകയാണ് ഗേസ്. പിന്നെ അതിനുശേഷം ഞാനും അമ്പാടിയും കൂടെ പുട്ടും മാങ്ങ അച്ചാറും കൂട്ടിയാണ് കഴിക്കണം കേട്ടോ. അമ്മ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറും കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഡൈനിങ് ടേബിളിൻ്റെ പിറകൊക്കെ തുടച്ച് പിന്നെ കുറച്ചും ജോലി ഉണ്ടായിരുന്നു. കാരണം രാവിലെ കുളിക്കുന്നതിന് മുമ്പ് എനിക്ക് മൊത്തത്തിലൊന്ന് തൂത്തുവരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാപ്പി കുടിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അമ്പാടി തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടി ജോലികളൊക്കെ അമ്പാടി എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ. ചില സമയം അവൻ്റെ കോള് നല്ലതാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോഴത് അവിടെ ഹാളിൻ്റെ അവിടെയൊക്കെ കുറച്ച് സ്ഥലമൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം റൂമൊക്കെ തുടച്ചു വാരി പിന്നെ ഡൈനിങ് ടേബിൾ കിടക്കുന്നതിൻ്റെ അവിടുത്തെ റൂമൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് തൂത്തുവാരിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ആ ഭാഗമൊക്കെ ഒന്ന് തൂത്ത് വരുമ്പോഴത്തേക്ക് വാഷ് ബേസിൻ്റെ അവിടെ കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അവിടെ എല്ലാം തുടച്ചെടുത്ത് അങ്ങ് അടുക്കളയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പകുതി ആശ്വാസവും കേസ്. പിന്നെ അടുക്കളയിൽ കുറച്ച് കുട്ടി പാത്രങ്ങളെല്ലാം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ കാപ്പി ഉണ്ടാക്കിയ ആ സമയത്തുള്ള കുറച്ച് ഇതായിട്ട് മെസ്സായിട്ട് കിടക്കായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം വേണം എനിക്ക് ചോറിൻ്റെ കറികളൊക്കെ വയ്ക്കാനായിട്ട് തുടങ്ങാം. അല്ലാതെ ഇങ്ങനെ വാരി നിരന്ന് കിടക്കുമ്പോഴത്തേക്ക് എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ഒന്ന് കട്ടിലിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എനിക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് അമ്പാടി സംശയമായിട്ട് വന്നത്. അങ്ങനെ അമ്പാടി കുറച്ചുകൂടെ പഠിക്കാണ്ടായിരുന്നു. അങ്ങ് പോയി. അപ്പം ഞാൻ ചോറിനുള്ള കറികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതൊക്കെ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും കൂടെ ഒന്ന് ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഗേസ് ഒന്ന് പുട്ടിയിടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്പാടിയെ പഠിപ്പിക്കാൻ വേണ്ടി ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പാടി ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ അവിയലും തോരനൊക്കെ വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ മീൻകറി കുറച്ചുണ്ടായിരുന്നുണ്ട്. അങ്ങനെ അത് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിയലിന് കായും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, കുറേയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് തോരനും കൂടെ ഒന്ന് വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരത്തിനായിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞിടുകയാണ്. പിന്നെ ആ സമയത്ത് അവിയൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോരത്തിനുള്ള എല്ലാം സെറ്റാക്കിയിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിയൽ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലിനും തോരത്തിലൂടെ ഞാൻ ഒത്താണ് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചരപ്പം അവിയലിനും ഇട്ട് ബാക്കി കുറച്ചൊക്കെ തോരത്തിനും ഇടാമല്ലോ ഗേസ്. അങ്ങനെ അവിയൽ അവിടെ സെറ്റായി, തോരൻ ഇവിടെ സെറ്റായി. അങ്ങനെ തോരത്തിനുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്പടിക്ക് ട്യൂഷൻ കഴിയുമ്പോൾ എന്തായാലും ചോറ് കഴിക്കാനുള്ള ടൈം ആവും. അപ്പോൾ അവിടെ എല്ലാം റെഡിയാക്കുമ്പോൾ പിന്നെ ഒരു ടെൻഷൻ ഇല്ലല്ലോ.
അങ്ങനെ അവിയലും തോരനൊക്കെ റെഡിയായി. അമ്പാടിയുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ ചോറ് കഴിക്കുകയാണ്. അങ്ങനെ അവിയലും തോരനും മീൻകറിയും അച്ചാറും ഒക്കെ ആയിട്ട് ഉച്ചക്കലത്തെ ചോറ് കഴിക്കൽ അങ്ങനെ കുശാലായിട്ട് നടക്കുകയാണ്. ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുണ്ട്. നല്ല അവിയലും തോരനും മീൻകറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കുശാലായിട്ട് കഴിച്ചിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇനി ഒരു ഉച്ചയുറക്കം ആവാമല്ലോ. അപ്പോൾ ഞാനും അമ്പാടിയും കൂടെ പോയി ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോഴും അമ്പാടി ഉറങ്ങില്ലെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അങ്ങനെ ഉച്ചയുറക്കം അങ്ങനെ പതിവില്ല. ഞാനും അങ്ങനെ ഉറങ്ങാറില്ല. ജസ്റ്റ് ഒന്ന് പോയി കിടന്നിട്ടൊക്കെ വരാം ഗെയ്സ്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് എപ്പോഴും കാണാം അമ്പാടി? കാണാം. ഓക്കേ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അമ്പാടി ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ. അപ്പോൾ എണീറ്റപ്പോഴത്തേക്ക് ഇപ്പം 4:30 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച് ഒന്ന് ഇവിടെ ഏത്തക്ക ഇരിക്കുന്നുണ്ട്, മറ്റേ ഏത്തപ്പഴം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് പഴംപൊരി സെറ്റ് ചെയ്യാം. ഇവിടെ വാഴയ്ക്കപ്പൂന്നാണ് പറയുന്നത്. അപ്പോൾ വാഴയ്ക്കപ്പൂവും വെറുംചായയും കൂടെ നമുക്ക് കുറിക്കാം ഗെയ്സ്. ഓക്കെ, സെറ്റ്. അങ്ങനെ ഇതാ വാഴയ്ക്കപ്പത്തിനുള്ള ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത്, എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ അത് ഇതായി കുറച്ച് എള്ളുമൊക്കെ ഇട്ട് അത് സെറ്റാക്കി. അപ്പോൾ ആ സമയത്ത് അമ്മാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മാമ്മ വെറും ചായക്കുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മാമ്മ കൊണ്ടുവന്ന ചിപ്സ് ഇത് അമ്പാടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വാഴയ്ക്കപ്പോൾ ഇവിടെ സെറ്റായി. വെറും ചായയൊക്കെ ഞങ്ങൾ കുടിക്കുകയാണ്. അപ്പോൾ അമ്മാമ്മ അത് തകർത്ത് വെച്ച് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ആറ്റുകാലി പോണതുകൊണ്ട് വൈകിട്ട് അമ്മ വരില്ല. അപ്പോൾ പകരം അമ്മാമ്മയാണ് കൂട്ടിടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.